പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം പഠിക്കുക വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ ആകെയുള്ള 27 പുസ്തകങ്ങളിൽ 13 പുസ്തകങ്ങളും വിശുദ്ധ പൗലോസിൻ്റെ രചനകളാണ്. പുസ്തകങ്ങളുടെ എണ്ണം പരിശോധിക്കുകയാണ് എങ്കിൽ പുതിയ നിയമത്തിലെ ആകെ ഗ്രന്ഥങ്ങളുടെ പകുതിയോളം പുസ്തകങ്ങൾ വിശുദ്ധ പൗലോസിൻ്റേതാണ്. പുസ്തകങ്ങളുടെ എണ്ണത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിൻ്റെ ദൈവശാസ്ത്രം രൂപീകരിക്കുന്നതിന് അടിത്തറയായി വർത്തിക്കുന്നതും വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളിലെ ദൈവിക ദർശനങ്ങളാണ് എന്നതും സത്യമാണ്. ആ അർത്ഥത്തിൽ വിശുദ്ധ പൗലോസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആദിമസഭയെക്കുറിച്ചോ പുതിയ നിയമത്തെയോ പുതിയ നിയമത്തിൻ്റെ ദൈവശാസ്ത്ര വീക്ഷണത്തെക്കുറിച്ചോ ചിന്തിക്കാൻ സാധിക്കില്ല. ഈ അർത്ഥത്തിലാണ് ചിലർ പറയാറുണ്ട്, ക്രിസ്തുമതത്തിൻ്റെ സ്ഥാപകൻ തന്നെ വിശുദ്ധ പൗലോസാണ് എന്ന്. നമുക്കറിയാം, ക്രിസ്തുമതം സ്ഥാപിച്ചത് ഈശോ മിശിഹായാണ്. ഈശോ ഒരു മതം എന്ന രീതിയിൽ സ്ഥാപിക്കുന്നില്ല എങ്കിൽ പോലും ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ, ആദർശങ്ങൾ, ജീവിത ശൈലികൾ എല്ലാം ഈശോയിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണതയായ ക്രിസ്തുവിലൂടെയാണ് ക്രിസ്തീയ ദർശനം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ലഭിച്ചിരിക്കുക. പക്ഷേ ഈ ദർശനങ്ങളെയെല്ലാം നിയതമായ ഒരു ജീവിത ശൈലിയായി അവതരിപ്പിക്കുകയും യഹൂദമതത്തിൽ നിന്ന് ക്രിസ്തുമതത്തിനുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് അവഗാഹമായി ജനമധ്യത്തിൽ സംസാരിക്കുകയും എഴുതുകയും ചെയ്ത് ക്രിസ്തീയ ദർശനധാരയ്ക്ക് ഊടും പാവും നൽകിയ ചിന്തകൻ കൂടിയാണ് വിശുദ്ധ പൗലോസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വിശുദ്ധ പൗലോസിൻ്റെ ഈ ലേഖനങ്ങളെക്കുറിച്ചാണ് തുടർന്നുള്ള ഏതാനും ക്ലാസ്സുകളിൽ നാം പഠിക്കുക. പുതിയ നിയമ പഠനം വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങൾ പഠിക്കാതെ പൂർണ്ണമാവില്ല എന്ന് നാം മനസ്സിലാക്കും. വിശുദ്ധ പൗലോസിൻ്റെ ദൈവശാസ്ത്ര ദർശനങ്ങളാണ് ആത്യന്തികമായി പുതിയ നിയമത്തിൻ്റെ ദൈവശാസ്ത്രമായി രൂപപ്പെടുന്നത് എന്ന് നമുക്കറിയാം. കാരണം പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ആദ്യം രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളാണ്. സുവിശേഷങ്ങളെല്ലാം തന്നെ വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങൾക്ക് ശേഷം, പൗലോസിൻ്റെ അവസാന ലേഖനങ്ങൾ ഒരുപക്ഷെ മർക്കോസിൻ്റെ സുവിശേഷം എഴുതപ്പെട്ട ശേഷം എഴുതിയതാണ് എന്ന് കരുതിയാൽ പോലും പുതിയ നിയമത്തിലെ ആദ്യകാല രചനകളെല്ലാം തന്നെ വിശുദ്ധ പൗലോസിൻ്റെ തൂലികയിൽ നിന്നായിരുന്നു. വിശുദ്ധ പൗലോസാണ് ക്രിസ്തുവിനെ ദൈവപുത്രനായി രേഖാമൂലം അവതരിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. വിശുദ്ധ പൗലോസ് ക്രിസ്തീയ ദർശനങ്ങളെ, പ്രത്യേകിച്ചും ക്രിസ്തുമതം വളരെ എതിർപ്പുകൾ, യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വന്ന പശ്ചാത്തലത്തിൽ വിശുദ്ധ പൗലോസാണ് യേശു ക്രിസ്തു എന്ന ദൈവപുത്രനെ എപ്രകാരം മനസ്സിലാക്കണം, ഒരേ സമയം യഹൂദമതത്തിൻ്റെ തുടർച്ചയും അതേസമയം യഹൂദ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തവുമായിട്ടുള്ള ക്രിസ്തുമതത്തെ അവതരിപ്പിക്കുക എന്നത് ദൈവശാസ്ത്രപരമായി ദാർശനികമായി അങ്ങേയറ്റം ദുഷ്കരമായൊരു വസ്തുതയായി. നമുക്കറിയാം, ക്രിസ്തുമതം യഹൂദമതത്തിന് ഉള്ളിൽ ഉള്ള ഒരു മതമായിട്ട് നിലകൊള്ളുകയാണ്. അല്ലെങ്കിൽ യഹൂദ മതത്തിനുള്ളിലെ ഒരു പ്രത്യേക വിഭാഗം, പ്രത്യേകമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം ക്രിസ്തുമതത്തിൻ്റെ എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും ആയി അവർ കരുതുക പഴയ നിയമത്തിലെ ഗ്രന്ഥങ്ങൾ തന്നെയായിരുന്നു. പുതിയ നിയമം എഴുതപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുക. വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ പൗലോസിൻ്റെ കാലം വരെയും പഴയ നിയമഗ്രന്ഥങ്ങൾ മാത്രം.
പഴയ നിയമത്തിലെ ഏകദൈവ വിശ്വാസത്തെ പുതിയ നിയമത്തിലെ ക്രിസ്തീയ ജനതയും മുറുകെ പിടിക്കും. പഴയ നിയമത്തിന്റെ തിരുനാളുകളും ആഘോഷങ്ങളും സാബത്തടക്കമുള്ള ആചാരങ്ങളും അക്ഷരം പ്രതി ആദിമ ക്രൈസ്തവരും അനുഷ്ഠിച്ചു പോന്നിരുന്നു. ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ക്രൈസ്തവര് എന്നത് യഹൂദ മതത്തിനുള്ളിലെ ഒരു വിഭാഗം മാത്രമാണ്. സാബത്താചരിക്കാൻ അവർ സിനഗോഗിൽ പോകുന്നു. സിനഗോഗിൽ മറ്റ് യഹൂദരോടൊന്നിച്ച് അവർ ദൈവവചനം വായിക്കുന്നു, വചനവ്യാഖ്യാനം കേൾക്കുന്നു, ദൈവത്തിന് സ്തുതി പാടുന്നു. ക്രൈസ്തവർക്ക് അധികമായുണ്ടായിരുന്നത് ക്രിസ്തു ഉത്ഥാനം ചെയ്ത ഞായറാഴ്ച ആചരണത്തെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങളാണ്. അതോടൊപ്പം തന്നെ ക്രൈസ്തവര് ബുദ്ധിമുട്ടിയിരുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ഏകദൈവ വിശ്വാസികളായ യഹൂദരും ക്രൈസ്തവരും എങ്ങനെ പഴയ നിയമത്തിലെ യാഹ്വേയ്ക്ക് തുല്യനായി ക്രിസ്തുവിനെ മനസ്സിലാക്കും, അംഗീകരിക്കും, ആദരിക്കും? ദൈവത്തിന്റെ പുത്രൻ ദൈവത്തോളം മഹത്വമുള്ളവനാണ് എന്ന് പറയുമ്പോൾ ഏകദൈവ വിശ്വാസം അപകടത്തിലാകില്ലേ എന്ന ആശങ്ക ആദിമ സഭയിൽ വളരെ ശക്തമായിരുന്നു. ഇങ്ങനെയുള്ള ദൈവശാസ്ത്രവും സാമൂഹികവുമായ പ്രതിസന്ധികൾക്കെല്ലാം ഉത്തരം പറയാൻ ശ്രമിച്ചത് വിശുദ്ധ പൗലോസാണ്. വിശുദ്ധ പൗലോസിന്റെ ബുദ്ധികൂർമ്മതയും വിശുദ്ധ ഗ്രന്ഥത്തിലും ഗ്രീക്ക് തത്വ ചിന്തയിലും വിശുദ്ധ പൗലോസിനുള്ള അവഗാഹമായ ജ്ഞാനവും പരിഗണിക്കുമ്പോൾ നമുക്കറിയാം ക്രിസ്തീയ ദർശനങ്ങൾക്ക് താത്വികമായ ഒരു അടിത്തറ ഒരുക്കുന്നതിൽ വിശുദ്ധ പൗലോസിന്റെ സംഭാവന ശ്രദ്ധാർഹമാണ്. ഒരുപക്ഷെ വിശുദ്ധ പൗലോസിന്റെ ഇടപെടലുകളും സമയോചിതമായ തിരുത്തലുകളും സഭയുടെ പ്രയാണത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ യഹൂദ മതത്തിനുള്ളിലെ ഒരു വിഭാഗമായി സഭ നിലകൊള്ളുമായിരുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെ സഭ എപ്രകാരമായിരിക്കണമെന്നുള്ള അടിസ്ഥാന ദർശനങ്ങൾ ക്രിസ്തു വെളിപ്പെടുത്തിയത് വിശുദ്ധ പൗലോസ് എന്ന ഈ മനുഷ്യനിലൂടെ ആയിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. വിശുദ്ധ പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളും ഈ അടിസ്ഥാന ദൈവശാസ്ത്ര ദർശനങ്ങളെ അവതരിപ്പിക്കുക. ക്രിസ്തു ആരാണ്, അവിടുത്തെ സഭ ആരാണ്? ഇപ്പൊ സഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധമെന്ത് എന്ന് ചോദിച്ചാൽ വിശുദ്ധ പൗലോസിന് വളരെ കൃത്യമായ ഉത്തരമുണ്ട്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഒരുപക്ഷെ സഭാവിജ്ഞാനീയത്തില് ഇതിലും സുന്ദരമായ ഒരു പ്രതീകം അവതരിപ്പിക്കാൻ ഈ 21 നൂറ്റാണ്ടായിട്ടും മറ്റ് സഭാ പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം വിശുദ്ധ പൗലോസിന്റെ ഈ കാഴ്ചപ്പാട് അങ്ങേയറ്റം ദിവ്യവും സുന്ദരവുമാണ്. സഭ ക്രിസ്തുവിന്റെ ശരീരം, ശിരസായ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് പരമപിതാവായ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി ഭൂമിയിൽ ലോകാവസാനത്തോളം തുടരാനുള്ള ദൈവത്തിന്റെ കരങ്ങളിലെ ഉപകരണമാണ് സഭ എന്ന് പൗലോസ് വിശദീകരിക്കുമ്പോൾ ആ പ്രതീകം കേവലം ഒരു ആലങ്കാരിക പ്രതീകം എന്നതിനേക്കാൾ ഉപരി സഭയുടെ സജീവമായ സാന്നിധ്യത്തെയും ക്രിസ്തുവുമായുള്ള അഭേദ്യമായ ബന്ധത്തെയും ഒരേ സമയം അവതരിപ്പിക്കുക. ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിനും വിശുദ്ധ പൗലോസ് ഉത്തരം പറയുന്നുണ്ട്. നമുക്കറിയാം ക്രിസ്തുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച്, ക്രിസ്തുവും പിതാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഇന്നും ആധികാരികമായി വിശദീകരിക്കാൻ ഉപയോഗിക്കുന്നത് പൗലോസിന്റെ ലേഖനങ്ങളിലെ ക്രിസ്തു ഗീതങ്ങളാണ്. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ എന്നൊക്കെ വിശുദ്ധ പൗലോസ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യത്തെ വിശദീകരിക്കുമ്പോൾ ഒരു സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ പൗലോസ് പറഞ്ഞതിനപ്പുറത്തേക്ക് ക്രിസ്തുവിജ്ഞാനീയമോ സഭാവിജ്ഞാനീയമോ കാര്യമായിട്ട് മാറ്റം വരുത്തിയിട്ടില്ല. മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ വിശുദ്ധ പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്തിയ അടിസ്ഥാനപരമായ ക്രിസ്തു ദർശനം, സഭാദർശനം, പരിശുദ്ധാത്മ ദർശനം
ത്രിത്വൈക ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഇതെല്ലാം സഭ ഇന്ന് ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായി കരുതുന്ന എല്ലാ തത്വങ്ങളും സത്യങ്ങളും അതിൻ്റെ അടിസ്ഥാന രൂപത്തിൽ നാം കണ്ടെത്തുക വിശുദ്ധ പൗലോസിന്റെ രചനകളിലാണ്. ഈ അർത്ഥത്തിലാണ് വിശുദ്ധ പൗലോസിന്റെ രചനകളും ലേഖനങ്ങളും പുതിയ നിയമത്തില് പ്രസക്തമാണ്, മറ്റേതൊരു വചനഭാഗത്തെക്കാളും പ്രസക്തമാണ് എന്ന് പറയുക. ഒരു കാര്യം സത്യമാണ്, പൗലോസ് ഇവിടെ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും പ്രാദേശികമായ പ്രശ്നങ്ങളാണ്. പക്ഷെ പ്രാദേശികമായ ആ പ്രശ്നങ്ങൾക്ക് പൗലോസ് കൊടുക്കുന്ന ഉത്തരം സാർവത്രികമായി സഭയിൽ പ്രസക്തമായ വിഷയങ്ങളാണ്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കാവോ എന്ന് പൗലോസ് കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. കൊറിന്തോസുകാർ വിശുദ്ധ പൗലോസിനോട് എഴുതി ചോദിച്ചു, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം ആണ് കൊറിന്തോസിൽ ലഭിക്കുക. കൊറിന്തോസിലെ പ്രസിദ്ധമായ 2 ക്ഷേത്രങ്ങളില് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം മാംസമാണ് ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയും ആളുകൾ വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. വിഗ്രഹാരാധന അങ്ങേയറ്റം നിഷിദ്ധമായി കരുതുന്ന ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ മാംസം ഭക്ഷിക്കാമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. പൗലോസിനോട് ചോദ്യം എഴുതി ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി വളരെ പ്രസിദ്ധമാണ്. ഇന്നും പ്രസക്തമായ മറുപടിയാണ് പൗലോസ് പറഞ്ഞത്. പൗലോസ് പറഞ്ഞു, ഈ ലോകത്ത് വിഗ്രഹം എന്ന ഒന്ന് ഇല്ല എന്ന് നീ മനസ്സിലാക്കുക. കാരണം ഒരേ ഒരു ദൈവമേ ഉള്ളൂവെങ്കിൽ ദൈവത്തിന്റെ പ്രതീകമായി അന്യദൈവങ്ങളുടെ പ്രതീകമായി വിഗ്രഹങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് തന്നെ, ആ ചിന്ത തന്നെ അസ്ഥാനത്താണ് എന്ന് പൗലോസ് പറയും. വീണ്ടും പൗലോസ് കൂട്ടിച്ചേർത്തു, എങ്കിലും നിന്റെ സഹോദരന്റെ മനസാക്ഷിക്ക് ചാഞ്ചല്യമുണ്ടാകുന്നുവെങ്കിൽ നീ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പോൾ പൗലോസ് ദൈവശാസ്ത്രവും അജപാലനപരമായ ആഭിമുഖ്യങ്ങളും ഒരുപോലെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രസ്തുത പ്രശ്നങ്ങൾക്ക് നൽകുന്ന ഉത്തരം കേവലം പ്രാദേശിക പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമോ ആ കാലഘട്ടത്തിന് മാത്രം ബാധകമായ ഉത്തരമോ ആയിരുന്നില്ല, മറിച്ച് സഭയുടെ ചരിത്രത്തോളം ലോകത്തിന്റെ അവസാനത്തോളം പ്രസക്തമായ പല ദൈവശാസ്ത്ര പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരം വിശുദ്ധ പൗലോസിന്റെ രചനകളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പൗലോസിന്റെ 13 ലേഖനങ്ങളിൽ 9 പൊതുവായി സഭകൾക്ക് എഴുതപ്പെടുന്നതും 4 ലേഖനങ്ങൾ വ്യക്തികൾക്ക് എഴുതപ്പെടുന്നവയുമാണ് എന്ന് നാം മനസ്സിലാക്കി. പുതിയ നിയമത്തിൽ ഈ 13 ലേഖനങ്ങളെയും ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യമത്തെ 9 കാനോനിക ഗ്രന്ഥങ്ങൾ, അതായത് പൗലോസിന്റെ ലേഖനങ്ങളായി പറയപ്പെടുന്ന 13 ലേഖനങ്ങളിൽ ആദ്യത്തെ 9 പൊതുവായ ലേഖനങ്ങളും തുടർന്നു വരുന്ന 4 ലേഖനങ്ങൾ വ്യക്തിപരമായ ലേഖനങ്ങളുമാണ്. അതായത് പൊതുവായ ലേഖനങ്ങളിലെ ആദ്യ ലേഖനം റോമാലേഖനമാണെങ്കിൽ അവസാന ലേഖനം തെസലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം. അതേസമയം വ്യക്തിപരമായ ലേഖനങ്ങളിൽ ആദ്യ ലേഖനം തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനവും അവസാന ലേഖനം ഫിലമോന് എഴുതിയ ലേഖനവുമാണ്. പൗലോസിന്റെ ഈ ലേഖനങ്ങളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇപ്രകാരം ഒരു ക്രമം സ്വീകരിക്കുന്നതിന് അടിസ്ഥാനപരമായ ഒരു മാനദണ്ഡം കാനോനിക ഗ്രന്ഥങ്ങളെ ക്രമീകരിക്കുന്നതിൽ, പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനങ്ങളെ കാനോനികമായി ക്രമീകരിക്കുന്നതിൽ ചില മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രസക്തമായ മാനദണ്ഡം എന്ന് പറയുന്നത് വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അവയുടെ വലിപ്പം അനുസരിച്ചാണ്. എന്ന് പറഞ്ഞാൽ വാക്കുകൾ, എത്ര വാക്കുകൾ ഒരു ലേഖനത്തിൽ ഉണ്ട് എന്നതിനെ ആധാരമാക്കിയാണ് ഈ ലേഖനങ്ങളുടെ കാനോനിക ക്രമം രൂപീകരിച്ചിരിക്കുക. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഏറ്റവും കൂടുതൽ വാക്കുകൾ ഉള്ള ലേഖനം റോമാലേഖനമാണ്. പൊതുവായ ലേഖനങ്ങളിൽ ഏറ്റവും കൂടുതൽ വാക്കുള്ളത് റോമാലേഖനത്തിലും പൊതുവായ ലേഖനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വാക്കുള്ള, അതായത് ഏറ്റവും ചെറിയ ലേഖനം തെസലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനവുമാണ്.
രണ്ടാം സ്ഥാനം, വാക്കുകളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനം കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിനാണ്. 3-ാം സ്ഥാനം കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലാണ്. അതുകൊണ്ട് 1, 2, 3, 4, 5 എന്ന ക്രമത്തിൽ ഈ ആദ്യത്തെ 9 ലേഖനങ്ങൾ ക്രമീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം പൗലോസിന്റെ ലേഖനങ്ങളുടെ വലിപ്പം അനുസരിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതേസമയം ഈ വ്യക്തിപരമായ ലേഖനങ്ങളും ഇതേ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വ്യക്തിപരമായ ലേഖനങ്ങളിൽ ഏറ്റവും വലുത് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം, അത് ആദ്യം വരുന്നു. വ്യക്തിപരമായ ലേഖനങ്ങളിൽ വലിപ്പത്തിൽ 2-ാം സ്ഥാനം തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനമായതിനാൽ അത് 2-ാം സ്ഥാനത്തെത്തുന്നു. ഏറ്റവും ചെറിയ ലേഖനം, വ്യക്തിപരമായ ലേഖനങ്ങളിൽ ഏറ്റവും ചെറുത് ഫിലമോൻ എഴുതിയ ലേഖനമാകയാൽ അത് ഏറ്റവും അവസാനവും വരും. അപ്പോൾ പൗലോസിന്റെ ലേഖനങ്ങളെ അവയുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവയുടെ കാനൂനിക ക്രമം നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ന്യായമായും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയം, തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തെക്കാളും വലുതാണല്ലോ എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അത് മനസ്സിലാക്കേണ്ടത് ഈ ലേഖനങ്ങളെ ആകെ മൊത്തം അതിൻ്റെ വലിപ്പത്തിൻ്റെ ക്രമത്തിൽ അല്ല ക്രമീകരിച്ചിരിക്കുക, മറിച്ച് പൊതുവായ ലേഖനങ്ങളെ അവയുടെ വലിപ്പത്തിൽ ക്രമീകരിച്ചു. അതിനുശേഷം വ്യക്തിപരമായ ലേഖനങ്ങളെ അവയുടെ വലിപ്പക്രമം അനുസരിച്ച് ക്രമീകരിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഈ 13 ലേഖനങ്ങൾക്കും ചില പൊതുവായ സ്വഭാവങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവയ്ക്ക് അടിസ്ഥാനപരമായ ദൈവശാസ്ത്ര ഘടനയുണ്ട് ഓരോ ലേഖനങ്ങൾക്കും. ഈ ലേഖനങ്ങളിലെല്ലാം അവതരിപ്പിക്കുന്ന ക്രിസ്തു ദർശനം, സഭാദർശനം, ത്രിത്വൈക ദൈവത്തെക്കുറിച്ചുള്ള ദർശനം, പരിശുദ്ധാത്മ വരങ്ങളെക്കുറിച്ചുള്ള ദർശനം, ഇവയ്ക്കെല്ലാം പൊതു സ്വഭാവമുണ്ട്. ഈ എല്ലാ ലേഖനങ്ങളും ഒരേ രീതിയിൽ ഈ കാര്യം പറഞ്ഞു എന്നല്ല, പൗലോസ് തന്നെ ഈ കാര്യങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കി അവതരിപ്പിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണം പറഞ്ഞ തെസ്സലോനിക്ക ലേഖനത്തിലുള്ള യുഗാന്ത്യ ദർശനമല്ല കൊറിന്ത്യർക്കുള്ള 1-ാം ലേഖനത്തിൽ പൗലോസ് അവതരിപ്പിക്കുക. അതിന് അടിസ്ഥാനപരമായി മാറ്റങ്ങളില്ല എങ്കിലും ചില ഊന്നലുകളിൽ വ്യത്യാസമുണ്ട്. മിശിഹായുടെ മഹത്വമേറിയ 2ാമത്തെ ആഗമനം ഉടനെ സംഭവിക്കും എന്ന് ചിന്തിച്ച ആദിമസഭയുടെ ചിന്താഗതി വിശുദ്ധ പൗലോസിന്റെ ആദ്യ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പൗലോസിന്റെ തന്നെ കുറെ കൂടി പ്രൗഢമായ ചിന്തകൾ അവതരിപ്പിക്കുന്ന കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനങ്ങളിൽ, അതുപോലെ റോമ, ഗലാത്യ എന്നീ ലേഖനങ്ങളിലൊക്കെ എത്തുമ്പോഴേക്കും പൗലോസ് കുറെ കൂടി സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ യുഗാന്ത്യത്തെക്കുറിച്ച് നടത്തുന്നുണ്ട്. ക്രിസ്തു വരുന്ന സമയത്തെക്കുറിച്ചുള്ള വ്യർത്ഥമായ ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ആഗമനത്തിന് വേണ്ടി ക്രിസ്തീയ പുണ്യങ്ങൾ അഭ്യസിച്ച് ഒരുങ്ങുക എന്നതാണ് പ്രസക്തം എന്ന ഉന്നതമായ ദൈവശാസ്ത്ര കാഴ്ചപ്പാട് കൊരിന്ത്യ ലേഖനത്തിലെ വിശുദ്ധ പൗലോസ് അവതരിപ്പിക്കുന്നു. 14ാമത്തെ ലേഖനമായി പരിഗണിക്കപ്പെടുന്നത് ഹെബ്രായർക്കുള്ള ലേഖനമാണ്. ഒരു കാലഘട്ടത്തിൽ ഈ ലേഖനവും പൗലോസിൻ്റെതാണ് എന്ന ആശയം വളരെ ശക്തമായി. എന്നാൽ ഇപ്പോൾ പണ്ഡിത ലോകം ഒന്നടങ്കം സമ്മതിക്കുന്നു ഇത് പൗലോസിന്റെ ലേഖനമല്ല. കാരണം പൗലോസിന്റെ മറ്റ് 13 ലേഖനങ്ങളിലും ആദ്യ വാചകങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ ദാസനും കർത്താവിന്റെ പദ്ധതി അനുസരിച്ച് സുവിശേഷത്തിന്റെ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുക്കപ്പെട്ടവനുമായ പൗലോസായ ഞാൻ എന്ന് പറഞ്ഞ് പൗലോസ് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ ഇതില്ല. അതുപോലെ തന്നെ മറ്റ് 13 ലേഖനങ്ങളിലെ ദൈവശാസ്ത്ര വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായത്, ചിലപ്പോഴെങ്കിലും വിപരീതമായതുമായ ഒരു ദൈവശാസ്ത്ര വീക്ഷണമാണ് പ്രത്യേകിച്ച് പൗരോഹിത്യ ധർമാനുഷ്ഠാനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ ഊന്നിപ്പറയുന്ന ഒരു ദൈവശാസ്ത്ര ദർശനമാണ് ഹെബ്രായ ലേഖനകർത്താവ് അവതരിപ്പിക്കുക. ഇത് പൗലോസിന്റെ മറ്റു ലേഖനങ്ങളിൽ ഒന്നും തന്നെ ഇല്ലാത്ത ദൈവശാസ്ത്ര വീക്ഷണമാണ് താൻ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഈ ഹെബ്രായ ലേഖനം ആത്യന്തികമായി വിശുദ്ധ പൗലോസിൻ്റെതല്ല എന്ന്.
മറ്റ് 13 ലേഖനങ്ങൾ പൗലോസിൻ്റേതാണ് എന്ന് കരുതാൻ ന്യായമുള്ളപ്പോഴും ഹെബ്രായ ലേഖനം പൗലോസിൻ്റേതാണ് എന്ന് കരുതാൻ അതിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ ഘടനയും വിഘാതമായി നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ചുരുക്കത്തിൽ, പുതിയ നിയമത്തിലെ 27 13 പുസ്തകങ്ങളും വിശുദ്ധ പൗലോസിന്റേതാണ്. പുതിയ നിയമത്തിന്റെ ദൈവശാസ്ത്ര അടിത്തറ വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങളിലാണ്. പുതിയ നിയമഗ്രന്ഥങ്ങളിൽ ഏറ്റവും ആദ്യം രചിക്കപ്പെട്ടത് വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങളാണ്. ക്രിസ്തീയ ദർശനങ്ങൾക്ക് താത്വിക അടിത്തറയൊരുക്കുന്നതിൽ വിശുദ്ധ പൗലോസിന്റെ സംഭാവന ശ്രദ്ധേയമാണ്. 13 ലേഖനങ്ങളെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവിഭാഗങ്ങളിലും ക്രമീകരിച്ചിരിക്കുന്നു. ഇന്നത്തെ ചോദ്യങ്ങൾ. വിശുദ്ധ പൗലോസിന്റെ പ്രാധാന്യമെന്ത്? വിശുദ്ധ പൗലോസിന്റെ ദൈവശാസ്ത്ര വീക്ഷണമെന്ത്? പൗലോസ് ലീഹായുടെ ലേഖനങ്ങളെ കാനോനികമായി ക്രമീകരിച്ചിരിക്കുന്നതിന്റെ മാനദണ്ഡമെന്ത്? പഠന സംബന്ധമായ വിശദാംശങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, തലശ്ശേരി 670101, കണ്ണൂർ, കേരള. ടെലിഫോൺ 049023444727. ഇമെയിൽ alfits@gmail.com. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോം TV, പെരുവണ്ണാമൊഴി PO, കോഴിക്കോട് 673528. ടെലിഫോൺ 0496266307 2663079.